ഇവിടെ ഒരു പ്രത്യേക പരാമർശം. ഞാൻ ആ സാധുവിനോട് തോറ്റു എന്ന് പറഞ്ഞത് മുതലെടുക്കും. കാരണം അയാൾ എല്ലാ പരിപാടിയിലും ഇങ്ങനെ ചോദിക്കാൻ പോയിട്ട് ഇവനോട് എന്നെ തോറ്റു എന്ന് പറയുന്നത് ഓനോട് തന്നെ തോറ്റ ആളോട് എങ്ങനെയെന്നാണ് എല്ലാവരും പറഞ്ഞെടുക്കുന്നത്. മുജാഹിദീങ്ങൾ ഇതിലൊക്കെ വലിയൊരു കാര്യമാക്കി കൊണ്ടെടുക്കണമല്ലോ ഈ സാധുവിനെ. അത് നല്ല സുഖമാണ്. ഇജാതി വല്ല കുട്ടികളെയും വകതിരിവില്ലാത്ത ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് ഓനോട് തോറ്റു എന്ന് പറയുന്നത് മുതലെടുക്കാൻ നല്ല സുഖമാണ്. അതുകൊണ്ട് ഞാൻ അയാളോട് തോറ്റു എന്ന് പറയുന്നത് എൻ്റെ 3 വയസ്സായ കുട്ടിനോട് സംസാരിച്ച് തോറ്റു എന്ന മാതിരിയാണ്. 3 വയസ്സായ കുട്ടിക്ക് സംശയം ജിമായിന്റെ സുഖത്തിലാണെന്ന് വെച്ചോളി. ജിമായിന്റെ സുഖമാണ് ചർച്ച. ജിമായിന്റെ സുഖം ചർച്ച ചെയ്യുന്നതിൽ 3 വയസ്സായ കുട്ടിനോട് തർക്കിക്കുക. എന്താ അപ്പങ്ങൾ ഉമ്മാനേറ്റ് അതിലെന്താന്ന് ചോദിച്ചാല് എവിടോ എന്നോട് ഞാൻ മുണ്ടൂലെന്നല്ലേ പറയുള്ളൂ, തോറ്റു. ഇതാണ് വാസ്തവത്തിൽ ഞാൻ അയാളോട് തോറ്റു എന്ന് പറഞ്ഞത്. ഇതൊന്നും മുതലെടുക്കേണ്ടതില്ല. അദ്ദേഹത്തെ അയക്കുന്നവർക്കോ അദ്ദേഹത്തെ പോലുള്ളവരെ ഇത്തരം സദസ്സുകൾ അലങ്കോലപ്പെടുത്താൻ വേണ്ടി തയ്യാർ ചെയ്യുന്നവർക്കോ കേരളത്തിൽ ആർജവമുണ്ടെങ്കിൽ അവർക്ക് സംഘടനയുണ്ട്. ഇത് കാസർഗോഡല്ലേ, ഉത്തര കേരളത്തിന്റെ ഈ മൂലയിൽ നിന്ന് പ്രഖ്യാപിക്കട്ടെ. KNN-നോ കേരള നെതുവത്തുൽ മുജാഹിദീൻ എന്ന വിഭാഗത്തിനോ കേരള ജമാഅത്തെ ഇസ്ലാമിക്കോ ആർജവമുണ്ടെങ്കിൽ, അവരുടെ ശാഖകൾക്കോ പ്രവർത്തകന്മാർക്കോ ആർക്കെങ്കിലും ആർജവമുണ്ടെങ്കിൽ അവർ സംഘടനാപരമായി ബന്ധപ്പെട്ടുകൊണ്ട് IDF-മായി ബന്ധപ്പെടുകയോ IDF-നെ പരസ്യമായി അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ ഒരു ചെറിയൊരു വെല്ലുവിളി അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ IDF-മായി സംവാദത്തിന് തയ്യാറാണോ എന്ന് പറഞ്ഞാൽ അവരിലെ ഏറ്റവും കരുത്ത പണ്ഡിതന്മാരുമായിട്ട് സംവാദം നടത്താൻ IDF തയ്യാറാണ്. അതിന്റെ മുന്നണിയിൽ നിൽക്കാൻ ഈ ഉള്ളവനും തയ്യാറാണ്. അതല്ലാതെ വേറെ ഏതെങ്കിലും കുട്ടികൾ വകതിരിവില്ലാത്തോലോ പറഞ്ഞാൽ തിരിയാത്തോലോ അങ്ങോട്ട് മനസ്സിലാക്കാത്തോലോ ഇങ്ങനെ ഇതിനൊക്കെ വിട്ടാൽ അവരോട് നമ്മൾ തോൽക്കുക ചെയ്യട്ടോ. അതിൽ തോറ്റു എന്നുള്ളതേറ്റ് യാതൊരാളും യാതൊരു തരത്തിലും മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കരുതെന്നും വഹാബി സംഘങ്ങൾ പ്രത്യേകിച്ചും അതൊരു ആഘോഷമായി കൊണ്ടാടരുതെന്നും ഈ സദസ്സിൽ വെച്ച് അദ്ദേഹത്തോട് തോറ്റു എന്ന് പറഞ്ഞ ഈ വേദിയിൽ വെച്ച് തന്നെ നിങ്ങൾ എല്ലാവരെയും പരസ്യമായി അറിയിക്കുന്നു. സ്നേഹമുള്ള